ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1601. ഇന്ന് മെയ് മാസം 19-ാം തീയതി. ഈ ആണ്ടിലെ 140-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്, അതും പെന്തിക്കോസ്തി ഞായർ. പെന്തിക്കോസ്തി എന്ന വാക്കിന് 50 എന്നാണ് അർത്ഥം. ചിതറിപ്പോയ ശിഷ്യന്മാരെ പുനഃസൃഷ്ടി ചെയ്യുവാൻ തക്കവണ്ണം യേശു അവരെ കൂട്ടിവരുത്തി. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകി യഥാസ്ഥാനപ്പെടുത്തുന്നു. 2 വേദഭാഗങ്ങൾ കഴിയുമെങ്കിൽ ഒരുമിച്ചൊന്ന് വായിക്കാവുന്നതാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം. ശിഷ്യന്മാരുടെ മുമ്പാകെ ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ്. 2-ാമത്തെ ഭാഗമാവട്ടെ അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളുമാണ്. ശിഷ്യർക്ക് ലഭിച്ച ശക്തി അവരുടെ സ്വന്തം കഴിവിൽ ലഭ്യമായതല്ല. അവരെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. പത്രോസ് ഒരു മത്സ്യ തൊഴിലാളിയായിരുന്നു. പത്രോസിനോട് തന്നെ അനുഗമിക്കുവാൻ യേശു ആവശ്യപ്പെട്ടതാണ്. യേശു അവരെ എല്ലാം കണ്ടെത്തി വിളിച്ച് വേർതിരിച്ചതാണ്. യേശുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട വായനകളിൽ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പത്രോസ് പറയുന്നുണ്ട്. എന്നിട്ടും ആ പത്രോസ് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ ഈ പത്രോസും ഒപ്പമുള്ള ശിഷ്യരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. അങ്ങനെ അവർക്ക് ശക്തി ലഭിച്ചിട്ട് അവർ ഇരുന്ന മാളികമുറി വിട്ട് ജനമധ്യത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് പത്രോസിന്റെ പ്രസംഗം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. എത്ര ധൈര്യത്തോടെയാണ് പത്രോസ് ഇത് പ്രസ്താവിക്കുന്നത്. ഈ ധൈര്യം പത്രോസിന് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അങ്ങനെയാണ് യേശുവിനെ പ്രസംഗിക്കുന്നതിനും യേശുവിന്റെ സാക്ഷികളായി തീരുന്നതിനും ആ ശിഷ്യന്മാർക്ക് സാധിച്ചത്. പരിശുദ്ധാത്മദാനം ലഭിച്ചതിനാൽ തങ്ങൾ എന്തെങ്കിലും പ്രത്യേകത ഉള്ളവരാണെന്ന് ചിന്തിച്ച് അവർ മാറി നിന്നില്ല. അവർ ഉയർന്നൊരു സ്ഥാനത്തേക്ക് കയറി നിന്നില്ല. ആദിമ അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നു. അവർ ജനമധ്യത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അവരുമായി ഇടപഴകുകയും അവരുടെ ജീവിതാവശ്യങ്ങൾ നോക്കിക്കാണുകയുമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 3-ാം അധ്യായത്തിന്റെ ആരംഭത്തില് സുന്ദരമെന്ന ഗോപുരവാതിക്കൽ ഇരുന്ന മുടന്തനായ മനുഷ്യനോട് പത്രോസും യോഹന്നാനും പറയുന്നത് ഞങ്ങളെ നോക്കുക എന്ന്. പരിശുദ്ധാത്മദാനം അവർക്ക് നൽകുന്നത് ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളാകാനാണ്. വിളിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? എല്ലായിടത്തും യേശുവിന്റെ സാക്ഷികളായി മാറാൻ, എല്ലാവിധത്തിലും. ഒരാണ്ടുകൂടി ഈ പെന്തക്കോസ്തി പെരുന്നാളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും എല്ലായിടത്തും യേശുവിന്റെ സാക്ഷികളായി മാറാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കാൻ പുതുക്കാം. ആമേൻ.